ഹലോ ഗായ്സ്, ഞങ്ങളുടെ പുറകെ കാണുന്നത് ഗ്രീൻലാൻഡ് ഫാം എന്ന് പറഞ്ഞൊരു സ്ട്രോബെറി ഫാമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് സ്ട്രോബെറി പിക്ക് ചെയ്ത് അതിൻ്റെ തൂക്കത്തിനനുസരിച്ച് അതിൻ്റെ വില കൊടുത്ത് നമുക്ക് ഇവിടുന്ന് സ്ട്രോബെറി വാങ്ങി. ഇത് UK കാർഡിഫിലുള്ള ഒരു സ്ഥലമാണ്. So just round the back of the cafe, you'll see the fields. The best ones are probably outside on the left side right now. Okay. Then when you finish, you pay the pay desk, which will also അപ്പോൾ ഗൈസ് നമുക്ക് സ്ട്രോബെറി പിക്ക് ചെയ്യാനുള്ള ബോക്സ് കിട്ടി. ഇതിൽ ഏകദേശം ഒരു 8 പൗണ്ടിൻ്റെ സ്ട്രോബെറി കൊള്ളും. അപ്പോൾ നമുക്ക് നേരെ പോയി സ്ട്രോബെറി പിക്ക്. അപ്പോൾ ഗൈസ് ഇതാണ് സ്ട്രോബെറി ഫാം. ഇവിടെ സ്ട്രോബെറി മാത്രമല്ല മിക്ക ബെറീസും ഉണ്ട്. റാസ്ബെറി, ബ്ലാക്ക് ബെറീസ്, അങ്ങനെയുള്ള എല്ലാ ബെറീസും ഉണ്ട്. ഈ സ്ട്രോബെറീസൊക്കെ അത്ര പഴുത്തിട്ടില്ല, ഉണ്ടോ? പച്ചയാണ്. ചിലതൊക്കെ ഉണ്ട്. ഇത് പൊട്ടിച്ചാലോ? അത് നിൽക്ക്. ഇത് പൊട്ടിച്ചോനെ. ഓക്കെ, ആദ്യത്തെ സ്ട്രോബെറി നമ്മൾ പറിച്ചു. പറിച്ച് കഴിക്കാൻ പാടില്ലെന്ന് തോന്നുന്നു. ക്യാമറ പഴുത്താണ് കുറച്ച്. അപ്പോൾ ഗൈസ് നല്ലൊരു അടിപൊളി പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ഇവിടെ അധികം കൃഷി ചെയ്യുന്നതെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു സ്ഥലം കണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നേരിട്ട് വന്ന് സ്ട്രോബെറിയൊക്കെ പിക്ക് ചെയ്യാം. നല്ല പഴുത്ത സ്ട്രോബെറിയൊക്കെ പിക്ക് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, അടിപൊളി സ്ഥലമാണ്. മിക്ക സ്ട്രോബെറികളും പഴുത്തിട്ടില്ല, ചിലതൊക്കെയാണ് പഴുത്തത്. കണ്ടോ, എല്ലാം പഴുത്തിട്ടില്ല. പഴുത്ത് നോക്കി നമുക്ക് പിക്ക് ചെയ്യാം. ഇത് പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കൂടെ നിറച്ചിട്ട് നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് അതിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട് വേണം പേ ചെയ്യാനായിട്ട്. കിലോന് 8 പൗണ്ടാണ് ഒരു കിലോന് സ്ട്രോബെറി. അത് 2 സ്ട്രോബെറി കിട്ടി. അത് പിന്നെ നമുക്ക് ഉറങ്ങാൻ കഴിച്ചാലോ? ആരും അറിയില്ല. ആരും അറിയാണ്ട് ഒരു സ്ട്രോബെറി നമ്മൾ പറിക്കുന്നു, കഴിക്കുന്നു അല്ലേ? ഇത് വേണ്ട, ഞാൻ കഴിച്ചിട്ട് മധുരം ഉണ്ടാകും നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഞാനൊരെണ്ണം കഴിക്കാൻ പോവാണ്. ആര് പിടിച്ചില്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം. നല്ല മധുരമുണ്ട്. ആരും കണ്ടില്ല, ഞാൻ കഴിച്ച് കഴുകാണ്ട കഴിച്ച കുഴപ്പമില്ല. ഇപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് സ്ട്രോബെറീസ് പിക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല പഴുത്ത് നോക്കിയാണ് എടുത്താക്കണത്. കുറേ ഉണ്ടെന്ന് പറഞ്ഞത് ഈ ബോക്സിൽ നിറച്ചുണ്ട്. ഇതിൽ നിറച്ച് കിട്ടൂലേ. ഇതിപ്പോൾ ഒരു 1 കിലോൻ്റെ മുകളിലുണ്ട്. 8-10 പൗണ്ടിനുണ്ട് ഇത്. അപ്പോൾ ഈ സ്ട്രോബെറീസ് നമ്മൾ പിക്ക് ചെയ്ത് പോവുകയാണ്. ഇനി കുറച്ച് സെൽഫിയൊക്കെ എടുക്കണം. അപ്പോൾ ഇതെടുത്തിട്ട് പോവുകയാണ്.
അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ പിക്ക് ചെയ്ത സ്ട്രോബെറീസാണ് ഈ കാണുന്നത്. നല്ല പഴുത്താണല്ലോ. പിന്നെ കഴിച്ചു നോക്കുമ്പോൾ അറിയാം. ഞാൻ പറഞ്ഞാൽ കഴിച്ചായിരുന്നു, ആരും അറിയാണ്ട്. ഇനി നമ്മൾ കുറച്ച് വീഡിയോ സെൽഫിയൊക്കെ എടുത്തിട്ട് നമുക്ക് പേ ചെയ്ത് പുറത്തിറങ്ങാം. മതി. ഇവിടെയാണ് അതിൻ്റെ വെയിറ്റൊക്കെ നോക്കി ക്യാഷ് പേ ചെയ്യണത്. നമ്മുടെ സ്ട്രോബെറിയുടെ എത്ര വെയിറ്റ് ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. ഇവിടെ വെയിങ് മെഷീനൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ സ്ട്രോബെറീസിൻ്റെ വെയിറ്റ് നോക്കാം. Did you enjoy yourselves? Yeah, very nice. It's 7.25 for these. 7.25. 50 more or less. I'll round it down to 7.5 and then 50p for the pallet. അത് എങ്ങനെയുണ്ട് സ്ട്രോബെറി? സൂപ്പറാണോ? അതിലുണ്ടോ? കഴിച്ചു. കിളി കുത്തിയിട്ടുണ്ടല്ലോ. കിളി അത് ഒരു കുഞ്ഞിക്കിളി കുത്തിയതാ. ഓക്കെ. തീർത്തില്ലെങ്കിൽ ചീഞ്ഞു. അപ്പോൾ നല്ല അടിപൊളി നല്ല മധുരമുള്ള സ്ട്രോബെറീസാണ്. ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ പരിപാടി തീരും. അതിനു മുമ്പ് തിന്ന് തീർക്കണം. ഭക്ഷണമൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. സ്ട്രോബെറി അല്ല അത് എന്താ ടേസ്റ്റുള്ള സ്ട്രോബെറി ഞാൻ ആദ്യമായിട്ട് കഴിക്കണം. ഞാൻ കഴിച്ചതിൻ്റെ ഇല വരെ കഴിച്ചു. അപ്പോൾ കഴിച്ച് ഞങ്ങളുടെ നിന്നൊരു സ്ട്രോബെറി മിൽക്ക് ഷേക്കും മേടിച്ചു. ഇവിടുത്തെ സ്ട്രോബെറീസ് ഇട്ടുണ്ടാക്കണ മിൽക്ക് ഷേക്കാണ്. എങ്ങനെയുണ്ട് അതും ഷേക്ക്? സൂപ്പറാണോ? മധുരമുണ്ടോ? പുളിയാണോ? അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ സ്ട്രോബെറീസൊക്കെ പറിച്ചത് കഴിച്ച് പകുതിയായി. ഇതിൻ്റെ അടുത്തൊരു കഫേ ഉണ്ടായിരുന്നു. അവിടെ കയറി സ്ട്രോബെറി മിൽക്ക് ഷേക്ക് കഴിച്ചു. സൂപ്പറായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. ബൈ പറഞ്ഞത്.